അബ്ദുൾ സലാം എന്ന മതപണ്ഡിതൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൾ സലാം, മണാലിയിൽ യാത്ര പോയ നഫീസ് ഉമ്മയെ അധിക്ഷേപിച്ച മതപണ്ഡിതൻ ഇതുവരെ ഈ സമയം വരെ ആ വിഷയത്തിൽ തനിക്ക് തെറ്റുപറ്റിയതാണെന്നോ ഇനി ആവർത്തിക്കില്ലെന്നോ മാപ്പ് പറയുന്നെന്നോ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ തിരുത്തി ആ മതവിഭാഗത്തിൽ നിന്ന് ആരും തന്നെ രംഗത്തെത്തിയിട്ടില്ല, പരസ്യമായ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. ഇത്രയും അധമമായ ഒരു വാചകം ഒരു മതപണ്ഡിതൻ മതം പ്രചരിപ്പിക്കേണ്ടുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടുന്നിടത്ത് വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് ഇങ്ങനെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഒരു തിരുത്തുണ്ടാകാത്തത്? നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ പുതിയൊരു ഇഷ്യൂ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരിക്കലും മതം ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് മതത്തെ നമ്മൾ കാണരുത്. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ വിശാലമായ ആശയലോകം അത് സ്ത്രീ പുരുഷനെ സംബന്ധിച്ച് മാത്രമല്ല, ഇസ്ലാമിന്റെ എല്ലാ കാഴ്ചപ്പാടുകൾക്കും ഓരോരുത്തർക്കും അവരുടേതായ അവകാശങ്ങൾ കൃത്യമായി വകവെച്ച് നൽകിയിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ വേദഗ്രന്ഥങ്ങളും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. സ്ത്രീയുടെ അവകാശങ്ങളുണ്ട്, പുരുഷന്റേതായ അവകാശങ്ങളുണ്ട്. ഒരു ജീവിതത്തിന്റെ ആനന്ദവും സംതൃപ്തിയും ഒക്കെ ഉൾക്കൊള്ളുക എന്നത് മനുഷ്യ ജീവിതത്തിന് ദൈവം അള്ളാഹു നൽകിയിട്ടുള്ള ഒരു പ്രത്യേകമായ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഒരു മനുഷ്യനിൽ നിന്ന് എടുത്തു മാറ്റാൻ ഒരു മതപണ്ഡിതനും അർഹതയില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിക മതം പഠിക്കാത്ത, ഇസ്ലാമിന്റെ മതത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടുകൾ അറിയാത്ത പൗരോഹിത്യമാണ് യഥാർത്ഥത്തിൽ ഈ ഇടപെടലുകളിൽ ഇപ്പോൾ ചർച്ചക്ക് നേതൃത്വം വഹിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മണാലിയിൽ പോയ ഒരു സ്ത്രീ അവരുടെ കുടുംബത്തോടൊപ്പം ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അത് ഒരാളെ സംബന്ധിച്ചും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. നമ്മൾ ചർച്ചയിലേക്ക് പലരെയും ബന്ധപ്പെടുമ്പോൾ ആർക്കും ഈ വിഷയത്തിൽ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അത് തെറ്റാണ് എന്ന് വന്ന് ഒരു ചാനൽ ചർച്ചയിൽ, പൊതുസമൂഹത്തിൽ, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കുറിപ്പായി ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യമില്ലാത്തത്, അല്ലെങ്കിൽ അതിന് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? അത് വളരെ കൃത്യമായി ഞാൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനം ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് വളരെ കൃത്യമാണ്. മുസ്ലിം സംഘടനകള് ഭാഗത്ത് നിന്ന്, ഒരുപക്ഷെ ഞങ്ങൾ മാത്രമല്ല, നവോത്ഥാന സംഘടനകളായ പല ആളുകളും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ പ്രതികരണം തികച്ചും മതവിരുദ്ധമായ, മതം മനസ്സിലാക്കാത്തൊരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രതികരണം, ഒരു പ്രത്യേകമായ പരാമർശം മാത്രമാണ്. മതവിശ്വാസികളോ അല്ലെങ്കിൽ എന്നതാണ് വളരെ കൃത്യമായിട്ട് മതം ആ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ സംഘടനകൾ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ സംഘടനാ പ്രസ്താവനകൾ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് വരുന്നുമുണ്ട്. പല സംഘടനകളുടെയും പ്രസ്താവനകൾ വന്നിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ഈ വിഷയത്തില് എനിക്ക് പറയാനുള്ളത്, ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് അവരുടെ ജീവിതത്തിൽ ഇസ്ലാം അനുവദിച്ചു നൽകിയിട്ടുള്ള അവകാശങ്ങൾ, അവരുടെ പൊതുജീവിതം, അവരുടെ വ്യക്തി ജീവിതം, അവരുടെ സാമൂഹിക ജീവിതം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ ഭാര്യമാരായ ഇണകളെ പല രൂപത്തിലുള്ള ഉല്ലാസയാത്രകളിലും കൊണ്ടുപോയിട്ടുണ്ട്. പ്രവാചകൻ അവരുമായി അവരുടെ ജീവിതത്തിൽ, അവരുടെ ഉല്ലാസങ്ങളിലും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കായിക കാര്യങ്ങളിൽ വരെ ഇടപെട്ടതായിട്ട് കാണാൻ സാധിക്കും. നബി പ്രവാചകന്റെ മസ്ജിദിൽ വന്ന് അവിടെ കായിക അഭ്യാസം നടത്തിയ ആളുകൾക്ക് അത് കാണാനുള്ള അവസരം പ്രവാചക പത്നിമാർക്ക് പ്രവാചകൻ ഏൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ കൃത്യമായി മനസ്സിലാവുന്നത് ഇസ്ലാം കലകൾക്കോ അല്ലെങ്കിൽ ഇസ്ലാം നന്മകൾക്കോ ഇസ്ലാം ജീവിതത്തിന്റെ മതം എന്താണ് എന്ന് പറഞ്ഞത് താങ്കൾ വിശദീകരിക്കുന്നുണ്ട്. ഇത് ഒരു തരത്തിലും പറയാൻ പാടില്ലാത്തതാണെന്ന് പറയുന്നുണ്ട്. ഇത് മതം എന്താണെന്ന് അറിയാത്ത ആ വ്യക്തി പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. നോക്കൂ, പക്ഷേ ഒരു ഉമ്മ അതിന്റെ മനോവിഷമത്തിൽ അവർക്കുണ്ടായിരുന്ന സന്തോഷം അത്രയും തല്ലിക്കെടുത്തി ഒരു വീട്ടിൽ ഒളിഞ്ഞു താമസിക്കുന്ന നിലയിലെത്തിയിരിക്കുകയാണ്. ഒരു മരണം അറിഞ്ഞിട്ട് പോലും അവിടെ പോകാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണ്. നോക്കൂ, എല്ലാ മതം പറഞ്ഞ കാര്യങ്ങളും അനുസരിച്ച് യാത്ര പോയ സ്ത്രീയാണ്. ജീവിതത്തിന്റെ മുക്കാൽ ഭാഗമെന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിലും എത്രയോ അധികം നരകയാതന അനുഭവിച്ച് 3 കുട്ടികളെ വളർത്തി അവരെ ഒരു കരയിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ബുദ്ധിമുട്ടേറിയതാണ്. ഒറ്റയ്ക്ക് ഒരു സ്ത്രീ അനുഭവിച്ച വേദന എന്താണെന്നത്. അങ്ങനെ ഒരു സ്ത്രീ ഇത്രയധികം ദിവസമായി വിഷമിക്കുകയാണല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും
ആ സ്ത്രീയെ ചേർത്ത് നിർത്താൻ തോന്നിയോ? അവരല്ല അകത്തിരിക്കേണ്ടതെന്ന് പറയാൻ തോന്നിയോ? അവർക്ക് സാന്ത്വനമാകാനോ അവരെ പുറത്തേക്ക് കൊണ്ടുവരാനോ ആരെങ്കിലും ശ്രമിച്ചോ? അതും ഉണ്ടാവേണ്ടതല്ലേ? വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പൗരോഹിത്യം പറയുന്നതല്ല മതം. മതം ഒരു ഭാഗത്ത് നിൽക്കുന്നു. മതത്തിന്റെ വേദഗ്രന്ഥങ്ങളോ മതത്തിന്റെ ചരിത്രങ്ങളോ മതത്തിന്റെ ഉള്ളറകളിലുള്ള സാംസ്കാരികമായ സാമൂഹികമായ ഇടപെടലുകളോ മനസ്സിലാക്കാതെ വെറും പൗരോഹിത്യത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായാൽ അതിനെ നമ്മൾ ആ രൂപത്തിൽ തന്നെ തിരിച്ചറിയും. ഒരു സ്ത്രീക്ക് ഇത്ര വലിയ ആത്മപീഡനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ഇരയുടെ ഭാഗത്ത് നിൽക്കാനാണ് ഇവിടെയുള്ള നവോത്ഥാന സംഘടനകളൊക്കെ ശ്രമിച്ചിട്ടുള്ളതും ഇന്ന് വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. അവരുടെ കൂടെ തന്നെയാണ്. കാരണം ഒരു സ്ത്രീക്ക് അവരുടെ കുട്ടികളുടെ കൂടെ യാത്ര ചെയ്യാൻ, പേരക്കുട്ടികളുടെ കൂടെ യാത്ര ചെയ്യാൻ അവർക്ക് അനുവാദമുണ്ട്. എന്തിനേറെ ഇപ്പൊ പ്രവാചകൻ പറഞ്ഞൊരു കാര്യമാണ്, അവർക്ക് ഒരു ഹജ്ജ് തീർത്ഥാടനം, വലിയൊരു തീർത്ഥാടനമാണ്. കിലോമീറ്ററുകൾ ദൂരം യാത്ര ചെയ്യേണ്ട, ദിവസങ്ങൾ നിലനിൽക്കുന്ന തീർത്ഥാടന യാത്രകളിൽ പോലും അവർക്ക് സ്വന്തം രക്തബന്ധത്തിൽ ഇല്ലാത്ത ആളുകൾ, അവരുടെ രക്തബന്ധത്തിലെ ആളുകൾ ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ കൂടെ യാത്ര ചെയ്യാൻ പോലും അനുവാദം നൽകിയ ഒരു മതമാണ് ഇസ്ലാം. എന്ന് പറഞ്ഞാൽ ഇസ്ലാം സ്ത്രീയെ ഒരിക്കലും അടിച്ചമർത്തിയിട്ടില്ല. ഈ പൗരോഹിത്യം പറഞ്ഞത് 100%